സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ സംസ്ഥാന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നെന്മാറ സ്വദേശി പരമേശ്വരൻ എന്ന സുധീഷ് ഏറ്റുവാങ്ങി. തൊഴിൽ മേഖലയിലെ മികച്ച ഉൽപ്പന്ന നിർമ്മാണമായ ശുദ്ധമായ വെളിച്ചെണ്ണ വിഭാഗത്തിലാണ് പരമേശ്വരൻ പുരസ്കാരം നേടിയത്. ജില്ലാതലം മുതൽ സംസ്ഥാനതലം വരെ 3 മേഖലകളിലായി വിവിധ വകുപ്പുകൾ മുഖാമുഖം നടത്തിയാണ് 630 പരം മത്സരാർത്ഥികളിൽ നിന്നും വിജയിയെ നിർണയിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളിയാഴ്ച തിരുവനന്തപുരം ഹയാത്ത് ഹോട്ടലിലെ പരിപാടിയിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ കമ്പനിയിൽ 15 വർഷം ജോലി ചെയ്തതിനു ശേഷം 2020 മുതൽ പാലക്കാട് ജില്ലയിലെ നെന്മാറ വല്ലങ്ങിയിൽ പിതാവ് MB സുധാകരൻ 1987 സ്ഥാപിച്ച ശ്രീദേവി ഓയിൽ ആൻഡ് ഫ്ലോർ മിൽ നടത്തിവരികയാണ് പരമേശ്വരൻ. 2020 വരെ IT കമ്പനികളിൽ ബാംഗ്ലൂരും അതിന് പുറത്തും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം 1987 അച്ഛൻ വല്ലങ്ങിയിൽ ശ്രീദേവി ഓയിൽ മിൽ എന്ന സ്ഥാപനം നടത്തുകയുണ്ടായപ്പോൾ തൊട്ട് അപ്പോൾ 2020 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ചു വന്ന് ഇവിടെ ചെറുകിട മില്ലുകൾക്ക് ധാരാളം സാധ്യതകളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും അതുവഴി ജനങ്ങൾക്ക് ഒരു നമ്മളെക്കൊണ്ട് ആവുന്ന തരത്തിലുള്ള ഒരു സേവനം എന്നുള്ള രീതിയിൽ ഒരു ജോലിയായിട്ട് നമ്മളുടെ മില്ലിനെ ഏറ്റെടുക്കുകയും ചെയ്ത് അവിടെ ജനങ്ങൾക്ക് എണ്ണയാട്ടി കൊടുക്കുക, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ പൊടിച്ചു കൊടുക്കുക തുടങ്ങിയ അച്ഛൻ നടത്തിയിരുന്ന സംരംഭങ്ങളിൽ കുറച്ചുകൂടെ വിപുലമായിട്ട് നമ്മൾ പച്ചത്തേങ്ങ ഉണക്കി അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുത്ത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ കൂടെ ചെയ്തു തുടങ്ങി. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനൊരു തൊഴിൽ ചെയ്യണം എന്നുള്ളത്, എന്ത് തൊഴിൽ ചെയ്യണം എന്നുള്ള ആ ചിന്ത നമുക്ക് ആർക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ചിന്തയിൽ നിന്നാണ് തീർച്ചയായിട്ടും നാട്ടിൽ തന്നെ വന്നിട്ട് ഇവിടെ ഈ അച്ഛൻ്റെ സ്ഥാപനം എടുത്ത് നടത്താനായിട്ട് ഞാൻ തീരുമാനിച്ചത്. സംസ്ഥാന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത് 20ഓളം വരുന്ന സംസ്ഥാനത്തെ 20ഓളം വരുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ തൊഴിൽ ചെയ്ത് അവരുടെ തൊഴിലിൽ മികവ് പുലർത്തുമ്പോഴാണ് അത് നൽകുന്നത് എന്നാണ് നമുക്ക് ഗവൺമെൻറ് നമ്മളെ അറിയിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രത്യേകതയായിട്ട് അവർ കണ്ടത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റും സൾഫർ ഇട്ടതോ മറ്റു തരത്തിലുള്ള മാലിന്യമുള്ളതോ തരത്തിലുള്ള കൊപ്ര കൊണ്ടുവന്ന് ആട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുടെ തേങ്ങ മറ്റുള്ളവരെക്കാൾ 1 രൂപയെങ്കിലും അധികം നൽകി തേങ്ങ കർഷകർക്കും അതുപോലെ ഇതുകൊണ്ട് ഉപജീവനം നയിക്കുന്നവർക്കും ഉപകാരമാവുന്ന തരത്തിൽ തേങ്ങ നമ്മൾ എടുത്തിട്ട് ആ പ്രകൃതിദത്തമായ തേങ്ങയിൽ നിന്ന് നേരിട്ട് അതിനെ അവിടെ ഉണക്കി 2 ദിവസം കൊണ്ട് തന്നെ അതിനെ ആട്ടി ഫിൽട്ടർ ചെയ്യാതെ, നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ തേങ്ങയുടെ ഗുണങ്ങൾ പോലും ആ ഫിൽട്ടർ ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതുപോലും ചെയ്യാതെ എണ്ണയാട്ടിയതിൻ്റെ പിറ്റേന്ന് നമ്മളത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭമാണ് നമ്മളുടേത്. അതുകൊണ്ട് തന്നെ മായങ്ങളില്ലാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും. എണ്ണയുടെ പരമാവധി ക്വാളിറ്റി ഉള്ളതുകൂടെ കൊണ്ടാണ്, അതുകൂടെ അവർ കണക്കാക്കിയാണ് നമുക്ക് ഈ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം സംസ്ഥാന തലത്തിൽ ഈ 22,000ഓളം മില്ലുകളിലും അതുപോലെ മറ്റ് തരത്തിലുള്ള മേഖലകളിലും അവർ അപേക്ഷകൾ ലഭിച്ചെങ്കിലും 630 കൂടുതൽ പേരെയാണ് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് അവർ ഇൻ്റർവ്യൂവിനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കും വിളിച്ചത്. അതിൽ തന്നെ സംസ്ഥാനത്ത് 1ാമതായിട്ട് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം വീണ്ടും ജനങ്ങളിലേക്ക് കൂടുതൽ സർവീസ് എന്നും ഈ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് നൽകുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ്. സോഫ്റ്റ്വെയർ എന്ന ഒരു വലിയ ഒരു ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ജോലി ചെയ്ത് പോകുന്നതിന് പകരം തന്നെ തിരിച്ച് നാട്ടിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു ചെറിയൊരു മില്ലാണെങ്കിൽ പോലും അതെടുത്ത് നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു മാതൃകയായിട്ടുള്ളൊരു ഓയിൽ മില്ലാണ്. എല്ലാ ആൾക്കാരും അവിടെ വന്ന് ജനങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പറഞ്ഞ ആൾക്കാരുടെ സഹായങ്ങളും അതുമാതിരി ഈ പറഞ്ഞ എല്ലാ സമയത്തും ആ കൃത്യസമയത്തോടുകൂടി കൃത്യനിർവഹണത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനശാലയാണ്. അതിന് വേലയോടനുബന്ധിച്ച് നെന്മാറ വല്ലങ്ങയുടെ വേലയോടനുബന്ധിച്ചും പരിസരവാസികൾക്കും വേണ്ടിയിട്ട് എന്നും ഈ പറഞ്ഞ ഐശ്വര്യമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് UTV ന്യൂസ് പാലക്കാട്.